എറണാകുളത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതികളിൽ വലഞ്ഞിരിക്കുന്നു നഗരവാസികൾ. കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പേട്ടയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ കാറ് വീണ് അപകടമുണ്ടായി. ഡ്രൈവർ രക്ഷപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ മഴ തുടരുകയാണ്. മലയോര മേഖലയിലാണ് മഴ കൂടുതൽ. കനത്ത മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറി. ഇടപ്പള്ളി, സ്റ്റേഡിയം ലിങ്ക് റോഡുകളിൽ ഓടയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കളമശ്ശേരിയിൽ VR തങ്കപ്പൻ റോഡിലെ പല വീടുകളിലും വെള്ളം കയറി. പേട്ട താമരശ്ശേരി കരിത്തറ റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണ് അപകടമുണ്ടായി. ഡ്രൈവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റോഡിന്റെ വശത്തെ ചെറുകനാൽ സംരക്ഷിത ഭിത്തി ഉപയോഗിച്ച് മറയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ അപകടം പതിവെന്ന് നാട്ടുകാരും പറയുന്നു. റെയിൽവേ സ്റ്റേഷന് വേണ്ടി ആരോ യൂബർ ബുക്ക് ചെയ്തതാണ്. അങ്ങേര് പറഞ്ഞത് മാപ്പിട്ട് നോക്കിയപ്പോഴത്തേക്ക് കാനായത് റോഡ് ഏതാന്ന് അറിയാതെ അയാൾ തിരിച്ചതും വണ്ടി വീണു. പെട്ടെന്ന് കാറ് തുറന്ന് അയാൾ ചാടി പോന്നു. അല്ലെങ്കിൽ അയാൾ ചത്തുപോയിന് ആരും അറിയില്ല. എന്നിട്ട് അയാൾ പുറത്തു വന്ന് അടുത്ത വീട്ടുകാരെ വിളിച്ചപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്കൂട്ടറുകൾ വീഴും. എന്നുവെച്ചാൽ ഈ അറിയാതെ വരണവര്. ഇപ്പം ഞങ്ങൾ നാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇത് കാന എഴുതുന്ന റോഡ് ഏതാന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നോക്കി വരും. കാന മുഴുവൻ പൊളിഞ്ഞു കിടക്കുക. കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡ് മറ്റ് ഇടറോഡുകളിലും ഉണ്ടായ വെള്ളക്കെട്ടിൽപ്പെട്ട് ജനം വലഞ്ഞു. ഓരോ വീടുകളിലാണ് കയറണത്. എല്ലാ വേസ്റ്റ്, ഹോട്ടലിലെ വേസ്റ്റ് എല്ലാം അതെ കക്കൂസ് മാലിന്യം വരെ വരും. നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ രോഗത്തിന് കാരണമാവണല്ലേ. ഇതിനു വേണ്ടി കാശ് ചെലവാക്കേണ്ട കോർപ്പറേഷൻകാർ. പക്ഷെ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ? ഇത് വണ്ടികൾ കംപ്ലൈന്റ് ആവുന്നു, ആളുകളുടെ ആരോഗ്യ പ്രശ്നം എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത്. ഇത് ഇവിടെയല്ല, എല്ലായിടത്തും ഉണ്ട്. കാനകളും ഓടകളും ശുചീകരിക്കാത്തതും റോഡിന്റെ ശോചനീയാവസ്ഥയും ചെറുമഴയത്തും കൊച്ചി നഗരത്തെ വെള്ളക്കെട്ടിലാക്കും. ജനം, കൊച്ചി.